ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൻറിക് ഇബ്സൻ്റെ ഗോസ്റ്റ് എന്ന പ്ലേയിലുള്ള സിംബോളിസത്തിനെ കുറിച്ചിട്ടാണ്. സിംബോളിസം ഇൻ ദ പ്ലേ. അപ്പോൾ ഒരുപാട് സിമ്പിൾസ് ഇബ്സൻ ഈ പ്ലേയിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്സ്, കോസ്റ്റ്യൂംസ്, ക്യാരക്ടേഴ്സ്, കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വൈബ്രൻറ്റ് മീഡിയമാണ് ഇതിലൂടെ, വിഷ്വൽ വൈബ്രൻറ്റ് മീഡിയമാണ് ഓഡിയൻസിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ആഡ് ലെയേഴ്സ് ഓഫ് മീനിങ്സ്. വേരിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ മീനിങ്സ് കുറച്ചും കൂടി പ്രേക്ഷകർക്ക് കൺവിൻസ് ആവുന്ന രീതിയിലായിരുന്നു. ഇതിൽ 3 സിമ്പിൾസാണ് ഇബ്സൻ മെയിനായിട്ട് യൂസ് ചെയ്തതായിട്ട് പറയുന്നത്. അതായത് ഗോസ്റ്റ്, ഓർഫനേജ്, ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്. ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് ബുക്കിൽ പഠിക്കാനുള്ള 3 പോയിൻറ്റ്സ്. അതിൽ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്യാപ്റ്റൻ ആൽവിങ്ങിനെയാണ്. അദ്ദേഹം ഗോസ്റ്റായിട്ട് പ്രത്യക്ഷപ്പെടുന്നൊന്നുമില്ല, പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഗോസ്റ്റ് എന്നുള്ള രീതിയിൽ ആൽവിങ്ങിൻ്റെ ആ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ തന്നെ ഒരു ഗ്രേറ്റ് സിമ്പിളാണ്. അപ്പോൾ ക്യാപ്റ്റൻ ആൽവിങ്സ് 10 വർഷം മുമ്പേ, ഈ ഡ്രാമ തുടങ്ങുന്ന സമയത്ത് 10 വർഷം മുമ്പേ മരണപ്പെട്ട ഒരാളാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല അയാൾ റീലിവ് ചെയ്യുകയാണ് മകനിലൂടെ. മകനെ എല്ലാവിധ അസുഖങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മാനറിസം, ക്യാരക്ടറിസം എല്ലാം കൊടുത്തുകൊണ്ട് വീണ്ടും ആ ഒരു ക്യാപ്റ്റൻ ആൽവിങ് തന്നെയാണ്, പാസ്റ്റിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ആൽവിങ് തന്നെ പ്രസൻറ്റിലും കൂടി ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഓസ്വാൾഡ് എന്ന ഈ മകന് അദ്ദേഹത്തിൻ്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള സിഫിലിസ് രോഗം വരികയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ മാനറിസവും ക്യാരക്ടറിസവും ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ ഹെലൻ ആൽവിങ് ആണെങ്കിൽ, അതായത് ഓസ്വാൾഡിൻ്റെ അമ്മ ആണെങ്കിൽ, ഈ കുട്ടീനെ ഒരിക്കലും അച്ഛൻ്റെ ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവരുതെന്ന് കരുതി അകറ്റിയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ കൂടി ഇൻ ദ എൻഡ് അല്ലെങ്കിൽ പ്രസൻറ്റിൽ ആ ഒരു പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും റീലീവ് ചെയ്യുകയാണ്. അതായത് ഒരു റിപ്പിറ്റേഷൻ ഓഫ് പാറ്റേൺസ് ആണ് നമുക്കിവിടെ കാണുന്നത്. മിസ്സസ് ഹെലൻ ആൽവിങ് എന്തൊക്കെ ഉണ്ടാവരുത് മകനിൽ എന്ന് ആഗ്രഹിച്ചോ അതൊക്കെ ഒരു ഗോസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛനിൽ നിന്ന് മകനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ക്യാപ്റ്റൻ ആൽവിങ് പണ്ട് പാസ്റ്റിൽ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളെയും ഹോണ്ട് ചെയ്യുകയാണ് ഇപ്പോൾ. ഈ പ്രസൻറ്റിലും കൂടി എല്ലാ ക്യാരക്ടേഴ്സിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മകൻക്ക് ഒരു ഹെറിഡിറ്ററി അസുഖം വന്നു. അതിൻ്റെ സീരിയസ്നെസ്സിലൂടെ അയാളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ പോലെ അത് ബാധിക്കുകയാണ് ഉണ്ടായത്. മകന് ബാധിച്ച അസുഖത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ഡിലേമ സ്റ്റേറ്റിലാണ് അമ്മയുള്ളത്. അതുപോലെ തന്നെ റെജിന എന്നൊരു ക്യാരക്ടർ, അത് ക്യാപ്റ്റൻ ആൽവിങ്ങിൻ്റെ മകളാണ്. ജോഅന്ന എന്നൊരു വേലക്കാരിയിലുണ്ടായ മകളാണ്. അപ്പോൾ അതും റെജിനയ്ക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിൽ അത് ആ ഒരു റിവിലേഷൻ കിട്ടുമ്പോൾ, അതായത് തൻ്റെ ഫാദറാണ് ക്യാപ്റ്റൻ ആൽവിങ് എന്നറിയുമ്പോൾ അവളും അവളുടെ ജീവിതമൊക്കെ ആകെ തകരെയാണ്. അവളും ഓസ്വാൾഡും തമ്മിലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും അത് ബാധിക്കുകയാണ്. അവർ തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സന്ദർഭം കൂടി ഇതിലുണ്ടായിട്ടുണ്ട്. രണ്ടാമതൊരു സിമ്പിളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓർഫനേജാണ്. അതായത് മിസ്സസ് ആൽവിങ് ക്യാപ്റ്റൻ ആൽവിങ്ങിൻ്റെ പേരിൽ ഒരു ഓർഫനേജ് തുടങ്ങുകയാണ് ഉണ്ടായത്. അതായത് പാസ്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാവരും മറക്കട്ടെ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൊസൈറ്റി നല്ലൊരു രീതിയിൽ തൻ്റെ ഭർത്താവിനെ കാണട്ടെ, അദ്ദേഹത്തിന് ഗ്രേറ്റ്നെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി ആ പാസ്റ്റിൽ ചെയ്ത എല്ലാ ഇമ്മോറലായിട്ടുള്ള സാധനങ്ങളെയും മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബിൽഡിങ്, അതായത് ഓർഫനേജ് എന്നൊരു സ്ഥാപനം അവർ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ളൊരു കോൺട്രാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ജീവിതകാലത്ത് ക്യാപ്റ്റൻ ആൽവിങ് തൻ്റെ മക്കളെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓസ്വാൾഡിനെയും അതുപോലെ തന്നെ ജോഅന്നയിലുണ്ടായ റെജിനെയും ഒന്നും ടേക്ക് കെയർ ചെയ്യുകയോ നഴ്സർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പാരൻറ്റിങ് ഗോളും ഫുൾഫിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ പ്രസൻറ്റിൽ ആ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ മിസ്സസ് ആൽവിങ് ഒരു ഓർഫനേജ് തുടങ്ങുകയാണ് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റും കൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നീട് ഈ ഓർഫനേജ് കത്തി നശിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ അതുപോലെ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി. അപ്പോൾ മിസ്സസ് ആൽവിങ്ങിന് ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ആ ഒരു ഓർഫനേജും കൂടി നശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സമയത്ത് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് തൻ്റെ മകന് സിഫിലിസ് എന്ന അസുഖമാണെന്ന്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു കൺഫ്യൂസ്ഡ് ആൻഡ് ഡിലേമ സ്റ്റേറ്റിലാണ് മിസ്സസ് ആൽവിങ് ഉള്ളത്. അപ്പോൾ അതാണ് ഓർഫനേജ് എന്നുള്ള ആ ഒരു സിംബോളിസം. വേറൊരു സിംബോളിസമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്
സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റാണ്. അതായത് ലൈറ്റിനും ഡാർക്ക്നെസ്സിനൊക്കെ ഈ ഒരു പ്ലേയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇബ്സൻ എന്ന് പറയുന്ന തിയേറ്റർ പ്ലേയിൽ ഒരുപാട് ലൈറ്റിംഗ് എഫക്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓരോ കാര്യങ്ങളും പ്രദർശിപ്പിക്കുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടുള്ള ലൈറ്റ്നിങ്ങും ഡാർക്ക്നെസ്സാണ് വേണ്ടതെങ്കിൽ ആ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഇബ്സൻ. അപ്പോൾ ഇവർ താമസിക്കുന്ന നോർവേയിലാണെങ്കിൽ ഒരു ഗ്ലൂമി വെതർ ടൈപ്പാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അസുഖമുള്ള ഒരാളെന്ന രീതിയിൽ, സിഫിലിസ് അസുഖമുള്ള ആളെന്ന രീതിയിൽ നമ്മുടെ ഓസ്വാൾഡിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരിക. കാരണം ഒരു ഓൾറെഡി അസുഖമായിട്ടൊരു മെൻ്റലി ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന ഒരു സമയത്ത് ഗ്ലൂമി വെതർ കൂടി ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അദ്ദേഹത്തിനൊരു ഓപ്പൺനെസ് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സണ്ണി വെതറിന് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ പല സ്ഥലത്തും അദ്ദേഹം ഒരു പെയിൻറ്ററാണ്. അപ്പോൾ പെയിൻറ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു ലൈറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ സൺഷൈനിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് പെയിൻറ്റിങ്ങിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ലൈറ്റിനെ ആഗ്രഹിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓസ്വാൾഡ് പറയുന്നുണ്ട് വീട്ടിലിരിക്കുമ്പോൾ തനിക്ക് ഹി ക്യാൻ ഓൺലി എക്സ്പീരിയൻസ് ഗ്ലൂമി വെതർ. അതായത് അയാളുടെ ഒരു മാനസികാവസ്ഥയാണ് പറയുന്നത്. വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്മയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുന്നില്ല. റെജിനയുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഹാഫ് സിബിലിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ റെജിന വീട് വിട്ട് ഇറങ്ങിയൊക്കെ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ അദ്ദേഹത്തിന് അസുഖവും കൂടി വരികയാണ്. അപ്പോൾ എല്ലാത്തിനും കൊണ്ടിട്ട് ഗ്ലൂമി ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.